അതിയാമ്പൂർ പാർക്കോ ക്ലബിന്റെ വാർഷികാഘോഷവും സുശീല ഗോപാലൻ അനുസ്മരണവും വിവിധ പരിപാടികളോടെ നടന്നു. അതിയാമ്പൂർ വായനശാലയിൽ നടന്ന പരിപാടി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ കഴിഞ്ഞ 35 വർഷക്കാലമായി ജില്ലയിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തിവരുന്ന അതിയാമ്പൂർ പാർക്കോ ക്ലബിന്റെ വാർഷികം വിവിധ കലാസാംസ്കാരിക പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചു വരുന്നത്. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് AKGയുടെ പത്നിയും കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും മന്ത്രിയും നിയമസഭാ സാമാജികയുമായിരുന്ന സുശീല ഗോപാലന്റെ സ്മരണയ്ക്കായുള്ള കെട്ടിടത്തിലാണ് പാർക്കോ ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നത്. അതിയാമ്പൂർ വായനശാലയിൽ വിപുലമായ പരിപാടികളോടെ നടന്ന ക്ലബിന്റെ വാർഷികവും സുശീല ഗോപാലൻ അനുസ്മരണവും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. രോഗബാധിതനായി AKG ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥയിലെ എല്ലാ കൊണ്ടെഴുതായ്മകളും നടക്കുന്നത്. അന്ന് കോൺഗ്രസിന്റെ ജനാധിപത്യ കശാപ്പായി, ഇന്നിപ്പോ BJP ആണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. ഭരണഘടന പൗരന്മാർക്ക് അനുവദിക്കുന്ന എല്ലാ മൗലിക അവകാശങ്ങളും കവർന്നെടുക്കും പത്രമാരുടെ നിയമം കൊണ്ടുവന്നു. ഒന്നും ജനങ്ങൾ അറിയാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചു. ആ ഘട്ടത്തിലാണ് VMS അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുള്ള പോരാട്ടം ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ക്ലബ്ബ് സെക്രട്ടറി PV സാലു അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ സുശീല ഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രമുഖ ശില്പി കാനായി കുഞ്ഞിരാമൻ, ലൈബ്രറി പ്രവർത്തനങ്ങളിൽ 60 വർഷം പിന്നിട്ട P അപ്പുകുട്ടൻ എന്നിവരെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശനും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി K രാജമോഹനും അനുമോദിച്ചു. CPM കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി അംഗം M രാഘവൻ, ബല്ലാൽ ലോക്കൽ സെക്രട്ടറി M സേതു, ബാലബോധിനി വായനശാല സെക്രട്ടറി AK ആൽബർട്ട്, ക്ലബ്ബ് രക്ഷാധികാരികളായ വേണുരാജ് കോടോത്ത്, MK വിനോദ്, ഹരീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് AK രസിക് സ്വാഗതവും B ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ചികിത്സാ സഹായ വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.